എന്നോട് ഇഷ്ടമാണോ? എന്നോട് മാത്രം? അതെ. മാനസമൈനെ വരൂ, മധുരം നുള്ളി തരൂ, നിന്നരുമ പൂവാടിയിൽ നീ തേടുവതാരേ. ഇനി രാജണ്ണ കുടിച്ചു പറഞ്ഞ ഞാൻ മിണ്ടില്ല. ഞാൻ നോക്കി, എന്തൊരു ഗൗരവം. രാജമ്മ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ല. നീ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലില്ല. ഒഴിഞ്ഞ ബിയർ കുപ്പിയെയും വലിച്ചു തീർന്ന സിഗാറിനെയും ആരെങ്കിലും ഓർമ്മിക്കാറുണ്ട്? മലയാള ചലച്ചിത്ര ലോകത്ത് വർഷങ്ങളായി നിലനിൽക്കുന്ന നായികാ സങ്കല്പങ്ങളിൽ ലക്ഷണയുക്തയായ ഉത്തമ നായിക അടക്കവും ഒതുക്കവുമുള്ള തറവാട്ടിൽ പിറന്ന സവർണ സമുദായ സുന്ദരിമാരാണ്. താമസം വലിയ തറവാട്ടിലും കൊട്ടാരത്തിലുമൊക്കെ ആണെങ്കിലും സാമ്പത്തിക പരാധീനതകൾ കാരണം പാവങ്ങൾ മിക്കപ്പോഴും പട്ടിണിയിലാണ്. അപ്പോഴാണ് രക്ഷകനായി നായകൻ എത്തുന്നത്. സിനിമയുടെ ക്ലൈമാക്സിൽ നായകൻ കെട്ടിയെടുത്തോളും. ഉത്തമ നായികയുടെ പ്രധാന ലക്ഷണങ്ങളും കർത്തവ്യങ്ങളും. വള്ളുവനാടൻ ഭാഷയിൽ സംസാരിക്കുക. ഇവിടെ വന്നിരിക്കുക. ഞാൻ എത്ര നേരായി തരയണു. ഇന്ന് അമ്മയെ കാണാനും വന്നില്ലല്ലോ. എന്തേ? എന്തെങ്കിലും ഇഷ്ടമില്ലായ്മ തോന്നിയ പറയണ കേട്ടോ. നായകന്റെ നാളും നക്ഷത്രവും ചോദിച്ചറിഞ്ഞ് പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. നാളെന്താണെന്ന് പറയൂ. എന്തിനാ നാള്? ഭഗവതിക്കൊരു പുഷ്പാഞ്ജലി കഴിക്കാം. ആലോചിച്ച് വിഷമിക്കണ കാര്യം നടക്കണേന്ന് ഞാൻ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തോളാം. രാവിലെ അമ്പലക്കുളത്തിൽ നീരാടുക. ദിവസവും ക്ഷേത്ര ദർശനം നടത്തുക. മലയാള സിനിമയിൽ അമൃതയായി വന്ന രംഭയും ഉത്തമ നായികയായാണ് ഹരിശ്രീ കുറിച്ചത്. പക്ഷേ അമൃതയുടെ വിശ്വരൂപം രംഭയിലൂടെ കണ്ട മലയാളികൾ അന്തം വിട്ടുപോയി. നല്ല നാടൻ ക്രിസ്ത്യാനി പെണ്ണായി മലയാള സിനിമയിൽ പിറവിയെടുത്ത നയൻതാര ചെന്നൈ വഴി നോർത്ത് ഇന്ത്യ കറങ്ങി വന്നപ്പോൾ ആളാകെ മാറി. അന്നു കണ്ട നീയാരോ, ഇന്നു കണ്ട നീയാരോ, എല്ലാം കാലത്തിൻ ഇന്ദ്രജാലങ്ങൾ. അന്നു കണ്ട നീയാരോ, ഇന്നു കണ്ട നീയാരോ, എല്ലാം കാലത്തിൻ ഇന്ദ്രജാലങ്ങൾ. ആദ്യകാല നായകന്മാർ വളരെ താലോലിച്ചാണ് നായികമാരെ പരിപാലിച്ചത്. പക്ഷേ നായക സങ്കല്പങ്ങൾക്ക് മാറ്റം വന്നതോടെ സ്നേഹത്തിന്റെ രൂപം മാറി. സത്യമാണ് നീ പറഞ്ഞത്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. I love you. എനിക്കാരുടെയും സ്നേഹം ആവശ്യമില്ല. എന്തെന്നറിയാത്ത മൃഗം. You bloody brat. എനിക്ക് സ്നേഹിക്കാൻ കഴിയുമടി. രണ്ടാമത്തെ നിലയിൽ നിന്നൊരൊറ്റ ചവിട്ടിന് താഴേക്ക് തള്ളിയിട്ടാണ് അച്ഛനോടുള്ള എന്റെ സ്നേഹം ഞാൻ പ്രകടിപ്പിച്ചത്. മലയാള സിനിമയിൽ നായികമാർക്കെതിരെയുള്ള പീഡനങ്ങൾ കൂടി വന്നു.
ഒറ്റ പീക്കിയാൻ പറ്റും അയ്യോ എന്റെ കണ്ണ്. ഒരു അന്യ സ്ത്രീയുടെ കണ്ണെത്തിരിക്കാൻ ഒരു പുരുഷൻ അവകാശമില്ല. നമ്മൾ സ്ത്രീകൾ ഇത്രയൊക്കെ പീഡനം സഹിച്ച് അടിമകളെ പോലെ കഴിയേണ്ട കാര്യമുണ്ടോ? പുരുഷന്മാർക്ക് എന്താ കൊമ്പുണ്ടോ? Why can't you file a suit? ഒരിക്കലെങ്കിലും നായകനെതിരെ ആഞ്ഞടിക്കാൻ ഒരു നായികമാർക്കുമായില്ല. അമാനുഷിക ശക്തിയുള്ള നായകന്മാർക്ക് എല്ലാം വെറും പെണ്ണുങ്ങൾ മാത്രമായിരുന്നു. മേലിൽ ഒരാണിന്റെയും മുഖത്തിന് നേരെ ഉയരില്ല നിന്റെ ഈ കയ്യ്. അതെനിക്കറിയാഞ്ഞിട്ടല്ല, പക്ഷേ നീ ഒരു പെണ്ണായി, വെറും പെണ്ണ്. Now you get lost.